ഗൾഫ് മേഖലയിലെ നീലജലങ്ങളിൽ വീണ്ടും ആശങ്കയുടെ തിരമാലകൾ ഉയരുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിൽ സംഘർഷ സാധ്യത വരുമ്പോൾ അതിശയിപ്പിക്കുന്ന ഒരു സൈനിക ആശയം അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. മൈനുകൾ ഘടിപ്പിച്ച ഡോൾഫിനുകളെ വിന്യസിക്കൽ. ഇത്തരത്തിലുള്ള നീക്കം യാഥാർത്ഥ്യമായാൽ അതിന്റെ പ്രതിഫലം ആഗോളതലത്തിൽ ഗൗരവമാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ശത്രു കപ്പലുകളെ ലക്ഷ്യമാക്കി പരിശീലനം ലഭിച്ച ഡോൾഫിനുകളെ ഉപയോഗിക്കുന്ന സാധ്യതയാണ് ഇറാൻ പരിശോധിക്കുന്നത്. ഇത് സാധാരണ സൈനിക നീക്കമല്ല, മറിച്ച് ഹൈബ്രിഡ് വാർഫെയർ എന്നറിയപ്പെടുന്ന അപൂർവ തന്ത്രത്തിന്റെ ഉദാഹരണമാണ്. ജീവജാലങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും സംയോജനമാണ് ഈ രീതി. എന്നാൽ ഇത്തരത്തിലുള്ള ആക്രമണപരമായ ഉപയോഗം വലിയ വിവാദങ്ങൾക്കും ആശങ്കകൾക്കും വഴി തുറക്കുന്നു. ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ സാമ്പത്തികവും രാഷ്ട്രീയവുമാണ്. അമേരിക്കൻ ഉപരോധങ്ങൾ മൂലം ഇറാന്റെ സാമ്പത്തികാവസ്ഥ ദുർബലമായിട്ടുണ്ട്. എണ്ണക്കയറ്റുമതിയിൽ വലിയ തിരിച്ചടിയേറ്റതോടെ പരമ്പരാഗത സൈനിക മാർഗങ്ങൾക്ക് പകരം പുതിയ വഴികൾ തേടാനുള്ള ശ്രമം ശക്തമാവുകയാണ്. വിദഗ്ധർ പറയുന്നതനുസരിച്ച് അസിമെട്രിക് വാർഫെയർ, അതായത് ശക്തമായ രാജ്യങ്ങളെ നേരിടാൻ വ്യത്യസ്തവും അപ്രതീക്ഷിതമായ തന്ത്രങ്ങൾ കൂടുതൽ പ്രാധാന്യമർജിക്കുന്നു. ഡോൾഫിനുകളെ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആശയം പുതുമയുള്ളതല്ല. സോവിയറ്റ് കാലഘട്ടത്തിൽ തന്നെ ഇവയെ വെള്ളത്തിനടിയിലുള്ള മൈനുകൾ കണ്ടെത്താനും ശത്രു നീക്കങ്ങൾ പരീക്ഷിക്കാനും പരിശീലിപ്പിച്ചിരുന്നു. ഇറാൻ ഇത്തരം പരിശീലനം ലഭിച്ച ഡോൾഫിനുകളെ സ്വന്തമാക്കിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അത്യന്തം ബുദ്ധിമാനായ ജീവികളായ ഡോൾഫിനുകൾക്ക് കൃത്യമായ ലക്ഷ്യങ്ങൾ തിരിച്ചറിയാനും പ്രവർത്തിക്കാനും കഴിവുണ്ടെങ്കിലും ഇവയെ യുദ്ധത്തിനായി ഉപയോഗിക്കുന്നത് വലിയ നൈതിക ചർച്ചകൾക്ക് ഇടയാക്കുന്നു. ജീവികളെ ആത്മഹത്യാ മിഷനുകൾ പോലുള്ള ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് മനുഷ്യാവകാശ മൃഗസംരക്ഷണ സംഘടനകൾ ശക്തമായി എതിർക്കുന്നു. ഇത് നൈതികമായും പ്രായോഗികമായും ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. യുദ്ധഭൂമിയിൽ ഇത്തരം തന്ത്രങ്ങൾ എത്രത്തോളം ഫലപ്രദമാകും, അല്ലെങ്കിൽ ഇത് നിയന്ത്രണാതീതമായ അപകട സാധ്യതകളെ സൃഷ്ടിക്കുന്നുണ്ടോ? ഇതോടൊപ്പം ഇറാൻ മറ്റ് സമുദ്ര സൈനിക നീക്കങ്ങളും പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. അന്തർവാഹിനികളുടെ വിന്യാസം വർദ്ധിപ്പിക്കൽ, കടലിലെ ടെലികമ്മ്യൂണിക്കേഷൻ കേബിളുകൾ വിച്ഛേദിക്കൽ തുടങ്ങിയ സാധ്യതകൾ ലോകത്തെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നു. ഈ കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ ആഗോള ഇന്റർനെറ്റ് സംവിധാനങ്ങൾ പോലും ബാധിക്കപ്പെടാം. മറ്റൊരു വശത്ത് അമേരിക്ക ശക്തമായ പ്രതികരണത്തിനാണ് തയ്യാറെടുക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു നീക്കത്തെയും നേരിട്ട് തടയുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതോടെ ചെറിയൊരു പിഴവ് പോലും വലിയ യുദ്ധത്തിലേക്ക് നയിക്കാവുന്ന സാഹചര്യം രൂപപ്പെടുന്നു. ഇന്ന് ഗൾഫ് മേഖലയിലെ അവസ്ഥ അതീവ സൂക്ഷ്മമാണ്. ഡോൾഫിനുകളെ ഉൾപ്പെടുത്തിയുള്ള ഈ വിവാദ തന്ത്രം യുദ്ധത്തിന്റെ പുതിയ മുഖത്തെ സൂചിപ്പിക്കുന്നു. കൂടുതൽ സങ്കീർണവും പ്രവചനാതീതവുമായ ഒരു ലോകം. ഈ സാഹചര്യത്തിൽ ശക്തി പ്രകടനത്തെക്കാൾ സമാധാനത്തിനും സഹകരണത്തിനും മുൻഗണന നൽകേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഒരു ചെറിയ സംഘർഷം പോലും ആഗോള സമാധാനത്തെ ബാധിക്കാൻ ശേഷിയുള്ളതാണ്.